കാസർഗോഡിന്റെ ഒരു പ്രത്യേകത വെച്ചാല് നമ്മളെ കുറിച്ച് പൊതുവായി പറയാ പെട്ടെന്ന് പൈസ ഉണ്ടാക്കുന്ന ആളുകളാണ്. അപ്പൊ ഈ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുള്ളവരാണ്. അത് എല്ലാരെ സംബന്ധിച്ച് അങ്ങനെയാണ്. അവർ ബിസിനസ് ചെയ്യണം എന്നുള്ള പാഷൻ ഉള്ളവരാണ്. അപ്പൊ ഞാൻ നോക്കുന്നത് വെച്ചാല് നിങ്ങളുടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഈ ഒരു +2 കഴിഞ്ഞ ഒരു കുട്ടിയെ സംബന്ധിച്ച് എത്ര മാസം കൊണ്ട് ഈ പറയുന്ന സ്കില്ല് നേടിയെടുത്ത് ഒരു ജോലിയിലേക്ക് അവന് എത്തിച്ചേരാൻ വേണ്ടി പറ്റും? ആ ജോലി നേടിക്കഴിഞ്ഞാല് ചുരുങ്ങിയത് എത്ര ശമ്പളം അവന് ലഭിക്കും? ഓക്കെ, ഇപ്പം ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലും നമുക്കൊരു ഡ്യൂറേഷൻ പറയുന്നുണ്ടല്ലേ. ഇപ്പം എന്റെ അടുത്ത് വരുന്ന ഏത് കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇവിടെ ഇപ്പം 9 മാസത്തെ കോഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ 6 മാസത്തെ കോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ 1 വർഷത്തെ കോഴ്സും ഉണ്ട്. അപ്പം ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏത് കോഴ്സ് പഠിച്ചിറങ്ങിയാലും ഇവർക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് ഏത് ബിസിനസ് അവരുടെ മുമ്പിലേക്ക് വന്നാലും ആ ഒരു ബിസിനസിനെ ഡെവലപ്പ് ചെയ്ത സ്കിൽ അവർക്ക് ഉള്ളത് കൊണ്ട് തന്നെ അവർ ചോദിക്കുന്ന പാക്കേജ് അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിലൂടെ എടുക്കാൻ വേണ്ടി പറ്റും. ഏറ്റവും വലിയ കൊടുക്കുന്ന വേറൊരു സംഭവമാണ് സെയിൽസിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ പഠിച്ചിറങ്ങിയോണ്ട് മാത്രം ഒരു ക്ലയന്റ് മുമ്പിൽ വന്നിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവരെ അപ്രോച്ച് ചെയ്ത് അവരുടെ ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രം പഠിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു ക്ലയന്റിനെ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ആ ബിസിനസിനെ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പഠിക്കാൻ പറ്റും, അവർക്ക് ചെയ്യാൻ പറ്റും, അവർക്ക് സക്സസ് ആക്കാൻ പറ്റും. പക്ഷെ ഒരു ക്ലയന്റ് അവർക്ക് മെയിൻലി ഫ്രീലാൻസ് ആയിട്ട് കുട്ടികളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആവശ്യമുള്ള സംഭവമാണെങ്കിൽ സെയിൽസിൽ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാന്നുള്ളത്. അപ്പൊ അതടക്കം നമ്മളോട് എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ കൊടുക്കാറുണ്ട്. അപ്പൊ ഒരു കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പഠിച്ചിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഒരു കുട്ടിക്ക് എങ്ങനെ പോലെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ചുരുക്കം ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഒരു കുട്ടി ഒരു മിനിമം ഒരു വെബ്സൈറ്റിൽ 5000 rupees ആണെന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്തുകൊണ്ടിരിക്കട്ടെ. അതായത് ആ ഒരു കുട്ടിക്ക് ആകെ ചെലവ് വരുന്നത് ഒരു ഡൊമൈൻ ഹോസ്റ്റിംഗ് മേടിക്കാൻ ഒരു 2400 സംതിങ് ആവുന്നിരിക്കട്ടെ. 5000 വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മിനിമം ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 1 വീക്ക് എടുക്കുന്നിരിക്കട്ടെ. അങ്ങനെയാണ് നമുക്ക് ഒരു ആഴ്ച ഒരു 1 മന്ത് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു 4 വെബ്സൈറ്റ് സുഖമായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു കുട്ടിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഒരു തുടക്കക്കാരൻ എന്ന രീതിക്ക് തുടക്കക്കാരൻ ഒരു കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്ത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അങ്ങനെ തന്നെ ഒരു ഇൻകം സൈഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും.